എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലബാറിൻ്റെ സ്വന്തം രുചി ഏത്തപ്പഴം കൊണ്ട് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഉന്നക്കായ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 3 പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത്തപ്പഴം 2ആയി കട്ട് ചെയ്തതിന് ശേഷം ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഏത്തപ്പഴം ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വന്ന അണ്ടിപ്പരിപ്പിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ ചിരകിയത് നെയ്യുമായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഈ ഫില്ലിങ് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നേരത്തെ ആവിയിൽ വേവിക്കാനായി വെച്ചിട്ടുള്ള ഏത്തപ്പഴം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ടകളൊന്നുമില്ലാതെ ഉടച്ചെടുക്കണം. പുഴുങ്ങി വെച്ചിട്ടുള്ള ഏത്തപ്പഴത്തിൽ അരികൾ നീക്കം ചെയ്യാതെയാണ് ഞാൻ ഉടച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അരി നീക്കം ചെയ്യണമെങ്കിൽ അത് നീക്കം ചെയ്തതിന് ശേഷം ഉടച്ചെടുക്കാവുന്നതാണ്. പഴം ഉടച്ചെടുത്തതിന് ശേഷം മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഈ പഴം ഒന്ന് കുഴച്ചെടുക്കണം. പഴം ഇതുപോലെ കുഴച്ചെടുക്കണം. ഉന്നക്കായ തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് കൈവെള്ളയിലേക്ക് ഇച്ചിരി എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ പഴം ചെറിയ ഉരുളകളായി കൈയിലേക്ക് വെച്ച് കൊടുത്ത് അമർത്തി ഇതുപോലെ പരത്തിയെടുക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾ കാണാൻ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പരത്തിയെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുത്ത് 2 വശവും നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. ഫില്ലിങ് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം 2 കൈയുടെ ഇടയ്ക്ക് വെച്ച് ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മാത്രമേ ഉന്നക്കായുടെ ഷേപ്പ് കിട്ടുകയുള്ളൂ. ഒരു ഉന്നക്കായ തയ്യാറായിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാ ഉന്നക്കായയും തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്ത് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ ഉന്നക്കായയും ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നേരം ഒന്നും ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. ഇതിലെ പഴവും അതിൻ്റെ അകത്തെ ഫില്ലിങ്ങും വെന്തിട്ടുള്ളതിനാൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി വരുന്നതാണ്. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. 2 വശവും ഫ്രൈ ആയി വന്നിട്ടുള്ള ഉന്നക്കായ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഉന്നക്കായയും ഫ്രൈ ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഇതിൻ്റെ രുചി. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഉന്നക്കായ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.